ഇന്ന് ഞാൻ ആദ്യമായിട്ട് സ്പെയിനിലേക്ക് യാത്ര ചെയ്യാണ്. അപ്പോൾ സ്പെയിനിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ നിന്നൊരു ബിസിനസ് ട്രിപ്പ് പോവാം, ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു കുഞ്ഞു വ്ളോഗ് പോലെ എടുക്കാമെന്ന്. ഒറ്റക്കാണ് ഇന്ന് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ഇവിടെയാണുള്ളത്, ഹാംബുർഗിൽ. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ. ഇതൊരു 5 days ട്രിപ്പാണ്. അപ്പം ഈ ട്രിപ്പിലുള്ള കുറച്ച് എന്തെങ്കിലും ഹൈലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ഇങ്ങനെ യാത്രകളും കണ്ടു പോവാം. ബയോ. ഹാംബുർഗ് എയർപോർട്ടിലെത്തിയിട്ട് സത്യം പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ഗേറ്റ് ഏതാണെന്ന് അറിയാനായിട്ട് ഓടി നടക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻഫർമേഷൻ്റെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഡയറക്റ്റ് ചെക്കിനാണോ, ഓൺലൈൻ ചെക്കിൻ ചെയ്തതാ, എന്നാലൊരു ഡൗട്ടായിരുന്നു. പിന്നെ ഞാനൊരു ടെർമിനൽ 1 അവിടെ എത്തി. അവിടെ ബാഗേജ് ചെക്കിൻ ചെയ്ത് അങ്ങനെ കയറി. സ്പെയിനിലെത്തി. ഇനി ജസ്റ്റ് പുറത്തിറങ്ങണം. Un grupo, Carlos, para el viaje a Ceuta del 24-25. ഗുഡ് മോർണിംഗ്. രാവിലെ 6 മണിക്കെല്ലാം വെച്ച് 6:30 എണീച്ച്. ഇതാണ് റൂം. ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷായി. ഇനിയിപ്പോൾ താഴത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എൻ്റെ ഹോട്ടലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഓഫീസ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ ഓഫീസിൽ പോകണം. അപ്പം ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഓഫീസ് കഴിഞ്ഞ് ജസ്റ്റ് ഇറങ്ങി. ഞാൻ ആക്ച്വലി ഇവിടെ സ്പെയിനിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഒരു 3 ഒക്കെ ആകുമ്പോഴാണ് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്നത്. ഇവിടെ ആൾക്കാരെ നോക്കേണ്ടതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇത് കണ്ടോ, ഈ ബാക്കിലുള്ള അതാണ് അൽജസീറ സ്പോട്ട്. സ്പെയിനിലുള്ള അൽജസീറ സ്പോട്ട്, അൽജസീറ പോർട്ട്, ഷിപ്പിൻ്റെ പോർട്ട്. അപ്പം അത് റിലേറ്റഡ് ജോബാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ. ഇവിടെ ഈ മെറൈൻ റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇതൊരു വലിയൊരു സിറ്റി അല്ല. ഒരു സ്പെയിനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സത്യം പറയാൻ കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമുക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഈ പോർട്ട് റിലേറ്റഡ് ജോബ്സും അങ്ങനെയൊക്കെ ഉള്ള മെയിനായിട്ടുള്ളൊരു സെൻറ്ററാണ്. ജാങ്കോ, നീ അറിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വന്ന അവസ്ഥയല്ലേ, ആ അവസ്ഥയാണ്. ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങി സിറ്റിന് അങ്ങോട്ട് നടക്കുകയാണ്. പക്ഷേ സിറ്റി എത്തി. ഇവിടെ ഒറ്റ കട പോലും ഇല്ല. ഫുഡ് കഴിക്കണമെങ്കിൽ എല്ലാം രാത്രി 8 മണിക്കേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും സ്നാക്സ് അന്വേഷിച്ചിട്ട് നടക്കണം. നോക്കട്ടെ. സ്നാക്സ് ജസ്റ്റ് വാങ്ങിച്ച് ഈ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വെച്ചു. കാരണം ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഒന്ന് കുളിച്ച് ഫ്രഷായി ഫുഡ് കഴിക്കാം. ഏകദേശം 3 കിലോമീറ്ററോളം നടന്നിട്ട് നമുക്ക് ഒറ്റൊരു കഫേയാണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കഫേയിൽ കയറിയിട്ട് ഒരു സ്വീറ്റും, അവരിത് സ്പാനിഷിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലായത് സ്പൈസി ബീഫാണ്. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ളത്. എനിക്കൊരു
സമൂസ ആ ഒരു ടെക്സ്ചറാണ് ഇതിനുള്ള. ഇത് നമ്മളെ ബീഫ് വെച്ചിട്ടുള്ള സമൂസ രസമുണ്ടാവും, നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല, അതിൻ്റെ കൂടെ ആയിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. പക്ഷെ നല്ല ഇത് രണ്ടും കൂടി വാങ്ങിച്ചിട്ട് ആകെ 4.5 euro ആയുള്ളൂ. കമ്പാരിറ്റീവ്ലി ചീപ്പാണ് ഹാംബർഗിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഞാൻ വന്നിട്ട് ഒന്ന് ആദ്യം ഫ്രഷ് ആയി, കാരണം അത്രയും വെയിലായിരുന്നു പുറത്ത്. 27 ഡിഗ്രി എന്തോ, പക്ഷെ ഭയങ്കര വെയിലുണ്ടായിരുന്നു. പിന്നെ സ്ട്രീറ്റിലൊന്നും ഒറ്റ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ബാക്കി ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കഴിച്ചു നോക്കാനേ. അടിപൊളി. ഇതിനുള്ളിൽ ഫ്രഷ് ക്രീമാ, അടിപൊളി. ഇത് കഴിക്കുമ്പോൾ പണ്ട് കൊച്ചിയിൽ ബിംബീസ് ഹോട്ടലുണ്ടായിരുന്നു, MG റോട്ടിൽ. അവിടെ ആപ്പ ചെറുപ്പത്തിൽ ഉപ്പ കൊണ്ടുപോയിട്ട് ഇത് വാങ്ങിച്ചു തരും. ഇതല്ല, ഇങ്ങനത്തെ കുറേ സ്വീറ്റ്സ് സാധനങ്ങൾ വാങ്ങിച്ചു തരും. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഫീൽ ഗുഡ്. ഇത് ഞാൻ എടുത്തു നോക്കുകയാണ്, ഓൾറെഡി വയറ് ഫില്ലായി. ഇങ്ങനൊന്നും കൂടി കഴിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. കാരണം ഇന്ന് സ്നാക്സ് ആയിട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. രാവിലത്തെ ഫുഡ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ സ്നാക്സാണ് കഴിച്ചത്. അതിന് വൈകുന്നേരം 8 o'clock റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവുക. എൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് എൻ്റെ ഓഫീസ്. ഇതാണ് പോർട്ട്, കണ്ടോ? ഈ കോർണറിൽ കാണുന്ന ഈ ഒരു റെസ്റ്റോറൻ്റ് ആയത് ഒരു ബാർ കം റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഡിന്നർ ഇവിടുന്ന് കഴിക്കാമെന്ന്. ഇതാണ് പോർട്ട്. ഞാൻ ഡിന്നർ വലിയ പ്രതീക്ഷയിലൊക്കെ ഓർഡർ ചെയ്തതാണ്, പക്ഷേ ഫ്ലോപ്പായിരുന്നു, ഇഷ്ടപ്പെട്ടില്ല. ഇറ്റ് വാസ് എ ഫ്രൈഡ് ഫിഷ്. അത് കഴിഞ്ഞ് ചുമ്മാ ഒരു വിൻഡോ ഷോപ്പിങ്ങിനൊക്കെ പോയി തൊട്ടടുത്തുള്ള മോളിൽ. നല്ലതായിരുന്നു, കുറച്ച് ക്യൂട്ടി സാധനങ്ങളൊക്കെ അങ്ങനെ കണ്ടു. ഒന്നും വാങ്ങിച്ചില്ല, ചുമ്മാ ഒരു വിൻഡോ ഷോപ്പിംഗ് ചെയ്തു വന്നു. അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ച്. ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം തീരെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു 1:30-2 മണി വരെ ഉറങ്ങിക്കില്ല, അങ്ങനെ എണീക്കുമായിരുന്നു. ഇനിയിപ്പോൾ താഴത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് നേരെ ഓഫീസിൽ പോകണം. ഇപ്പോൾ 7:30 ആയി ഇപ്പോൾ സമയം. അപ്പോൾ ഒരു 8:30 ആകുമ്പോഴത്തേക്കും ഓഫീസിലെത്തണം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? അപ്പോൾ ഇതാണ് ഹോട്ടല്, ഇതാണ് ഓഫീസ്. ഇന്ന് അപ്പം ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി. ഇന്നത്തെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഇന്ന് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ നാളെ വൈകുന്നേരം ഡിന്നർ ഉണ്ടാവുമായിരിക്കും ഓഫീസിൽ നിന്ന്. അപ്പോൾ പിന്നെ എനിക്ക് ഇതിനൊന്നും വാങ്ങിക്കാൻ നേരം കിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കടയിലെത്തി. അപ്പോൾ ഈ കടയിലെത്തിയപ്പോൾ എനിക്ക് ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് ഈ മാർവലിൻ്റെ സൂപ്പർ ഹീറോസിനൊക്കെ ഭയങ്കര ഇഷ്ടമല്ല, എല്ലാ മക്കൾക്കും ഉള്ള പോലെ തന്നെ.
പക്ഷെ ഇതെല്ലാവരും നിരന്ന് നിൽക്കണ്. കാണിച്ചേട്ടെ, ഇതിനങ്ങോട്ട് എടുക്കാം. ഓക്കെ, ഇത്രയും ആൾക്കാരുണ്ടാകുമ്പോൾ ഇതിനെ കാണുമ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം കുറേ ആൾക്കാർ നിരന്ന് നിൽക്കുകയല്ലേ. ഇതെനിക്ക് ഇഷ്ടമുള്ള എല്ലാ സൂപ്പർ ഹീറോസും ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ഇതിനെ വാങ്ങിക്കാം. ഓക്കെ, ഇതിൻ്റെ ഗിഫ്റ്റ് വാങ്ങിച്ച് അപ്പം അവരെന്നോട് പറഞ്ഞു ഇത് നല്ലൊരു ഗിഫ്റ്റാണല്ലോ. അവർക്ക് ഇഷ്ടപ്പെട്ട് ഈ ഒരു ഗിഫ്റ്റ് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് ഗുഡാണ്, ചോയ്സ് അടിപൊളി. ഇപ്പം എന്താ നോക്കാൻ വന്നത്. ഓക്കെ, അപ്പോൾ അവരെന്നോട് ഇത് പാക്ക് ചെയ്യണമെന്ന് വെച്ച് ഇതിന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ. പക്ഷേ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനിതെല്ലാം ഈ പാക്കറ്റിൽ നിന്ന് മാറ്റിയിട്ട് വേണ്ടി വരും. അപ്പം ചിലപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പാക്കറ്റിൽ നിന്ന് മാറ്റിയിട്ട് വേണ്ടി വരും ഞാൻ പാക്ക് ചെയ്യാൻ. അപ്പോൾ അവരിത് ഓൾറെഡി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വെറും നഷ്ടമായി പോകില്ലേ. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നല്ലൊരു ലേഡി, നല്ല സംസാരമായിരുന്നു. Aquí a lo mejor no se va a ver muy bien, mira, ve. I don't speak Spanish. ¿Ah, sí? Yeah. ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇപ്പം ആക്ച്വലി ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല, അധികം ചൂടില്ല, പക്ഷെ ടയർഡായി. വൈകുന്നേരം ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയതാണ്. 7 o'clock ആവുന്നത്. ഞാൻ സൺസെറ്റിൻ്റെ ടൈം നോക്കിയപ്പം 8:20 ആണ് സൺസെറ്റ് ടൈം കാണിക്കുന്നത്. കാര്യം കാണിച്ചു തരാം. ഇത് ആക്ച്വലി സ്പെയിനാണ്. ഓക്കെ, ഇത് ഫുള്ള് സ്പെയിനാണ്. നീ നോക്കണേ, ആ ദൂരെ ഒരു മലയിടക്ക് പോലെ കാണുന്നുണ്ടോ, അത് UK ആണ്. ആ സ്ഥലത്തിൻ്റെ പേര് ജിബ്രാൾട്ടർ. ഇന്നത്തെ ഡിന്നർ ഹോട്ടലിൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് ഓഫീസ് കഴിഞ്ഞിട്ട് ചുമ്മാ ജസ്റ്റ് പുറത്ത് പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് തിരിച്ച് വന്ന് ഒന്ന് ഫ്രഷനപ്പായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഒന്ന് സൺസെറ്റ് കാണാൻ പുറത്തിറങ്ങി. പക്ഷേ സൺസെറ്റായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ആ പോർട്ടിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഡിന്നർ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ കഴിക്കാമെന്ന്. കാരണം ഫസ്റ്റ് ഡേ ഞാൻ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഗ്രിൽഡ് സീ ബ്രീമായിരുന്നു, ഫിഷ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നലത്തെ ഡിന്നർ ഫ്ലോപ്പായിരുന്നു. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഇവിടുന്ന് തന്നെ ഗ്രിൽഡ് ചിക്കൻ കഴിച്ചു നോക്കാം. കാരണം ഈ ഉച്ചക്ക് ആക്ച്വലി മെയിൻ കോഴ്സായിട്ട് അങ്ങനെ ഒന്നും കഴിക്കലില്ല. കഴിക്കാൻ 2 ദിവസമായിട്ട് സാൻഡ്വിച്ചൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ ബ്രസ്റ്റ്, മാരിനേറ്റഡ് ചിക്കൻ ബ്രസ്റ്റ് നാച്ചുറൽ വെജിറ്റബിൾസ് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഡേ 4 ആയി. ചെറിയ തൊണ്ടവേദന വന്നിട്ടുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ കുറച്ച് വെയിലത്ത് നടന്നിട്ട് ചെറിയൊരു കിച്ചുണ്ട്. ഇന്ന് ആക്ച്വലി കുറച്ച് ലേറ്റായി. വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഓഫീസിൽ പോട്ടെ.
20 minutes walk. Similar to two. Similar, yes. Forgotten the drinks. You have to wait until the 80 to the driving. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡേ 5 ഓഫ് സ്പെയിൻ അൽജസീറാസ്. ഇന്ന് ഞാൻ സ്പെയിനിൽ നിന്ന് ഹാംബൂഗിലേക്ക് പോകും. അപ്പോൾ ഈ 5 ഡേയ്സ് സത്യം പറയാ ഞാൻ പോയത് അറിഞ്ഞിട്ടില്ല. ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കുറേ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഓഫീസിൽ തിരക്കായിരുന്നു. മോർണിംഗ് 8:15 ആകുമ്പോൾ ഞാൻ ഓഫീസിലെത്തും. പിന്നെ ഒരു 4:30 വരെ ഓഫീസിലാണ്. തിരക്കായിരുന്നു സത്യത്തിൽ 5 ദിവസം. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ കാര്യം, നമുക്ക് ആക്ച്വലി ഇവിടെ ഈ അൽജസീറാസ് നിന്ന് കഴിഞ്ഞാൽ ആഫ്രിക്കയും കാണാം, UK-യും കാണാം. ഇപ്പം UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിബ്രാൾട്ടർ എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. അത് നമുക്ക് ആക്ച്വലി എൻ്റെ ഓഫീസിലൊക്കെ അവിടുന്ന് ജസ്റ്റ് നമുക്ക് ഓപ്പോസിറ്റ് കാണുന്ന ഒരു മലയിടുക്കാണ്. ആകെ 32,000 ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. അവിടെ ഒരു എയർപോർട്ട് ഉണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സീ പോർട്ട് ഉണ്ട്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ബ്രിട്ടീഷ് കോളനീൻ്റെ അധീനതയിൽ തന്നെയുള്ള സ്ഥലമാണ്. അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക, ഹിസ്റ്റോറിക്കലി അത് ഇപ്പോഴും നമുക്ക് ഈ ജിബ്രാൾട്ടർ എന്ന് പറയുന്ന മലയിടുക്ക് എന്ന് പറഞ്ഞില്ല, അതായത് UK-ൻ്റെ അണ്ടറിൽ വരുന്നത്. അവിടുത്തെ ആൾക്കാർ UK ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പാണ് അവർക്കുള്ളത്. അവർ ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. പിന്നെ ഈവൻ ദോ അത് നമ്മൾ സ്പെയിൻ്റെ അടുത്താണെങ്കിലും നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് വിസ വേണം. ആകെ 30 മിനിറ്റ്സ് ഉള്ളൂ. നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ആകെ 30 മിനിറ്റ്സ് ഉള്ളൂ UK-യിലേക്ക് എത്താൻ. UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദ റിയൽ UK, ഇറ്റ്സ് ബ്രിട്ടീഷ് ടെറിട്ടറിയിൽ വരുന്നൊരു പ്രദേശമാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെ ചേർന്നിട്ടാണ് ആഫ്രിക്ക, അതായത് മൊറോക്കോ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ഫെറിയിൽ 1.5 മണിക്കൂർ പോയി കഴിഞ്ഞാൽ നമ്മൾ ആഫ്രിക്കയിലെത്തി. ഇവിടെ ഇഷ്ടംപോലെ മൊറോക്കൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ജിബ്രാൾട്ടർ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഹോമോസാപ്പിയൻസിൻ്റെ ഒക്കെ, അതായത് 3 വർഷം പഴക്കമുള്ള സ്കെൽറ്റനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ജിബ്രാൾട്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്. ഇവിടെ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇതൊരു ആഫ്രിക്കൻ കൈൻഡ് ഓഫ് ആ ഒരു ഡ്രൈനെസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹ്യൂമിഡാണ്, ഭയങ്കര വാമാണ്. ഇപ്പം ഞാൻ ഉള്ള ഈ സമയത്ത് 27-28 ഡിഗ്രിയാണ് ഇവിടുത്തെ ചൂട്. അപ്പോൾ ഈ ചൂടെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഒരു ചൂടില്ലേ, അത് നമുക്ക് ഫീൽ ചെയ്യും. ഹാംബുർഗിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ അവിടെ ഇത്രയും തണുപ്പാണ്. ആ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നമുക്ക് ഈ ചൂടത്തേക്ക് വരുമ്പം അതിൻ്റെതായിട്ടുള്ള ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്, ചെറിയ കിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ട്രിപ്പ്. കാരണം കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ജോബ് റിലേറ്റഡ്. പിന്നെ ഒറ്റക്കാണ് നിന്നത്. പക്ഷേങ്കിൽ ഈവൻ ദോ രാത്രി ഉറങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് എല്ലാം മാനേജബിൾ ആയിരുന്നു. പിന്നെ കുറച്ച് വെറൈറ്റി ഓഫ് ഫുഡൊക്കെ ട്രൈ ചെയ്ത്. ഇന്നലെ രാത്രി ഞാനും എൻ്റെ ഹെഡും എൻ്റെ കൊളീഗ്, എനിക്ക് ട്രെയിനിങ് തരുന്ന പുള്ളിക്കാരി, ഞങ്ങൾ 3 ആളും കൂടി പോയി ഇവിടെ ഒരു സീ പോർട്ടിൻ്റെ സൈഡിൽ പോയിട്ട് ഒരു സീ ഫുഡെല്ലാം ട്രൈ ചെയ്ത് നല്ലതായിരുന്നു. അപ്പം മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്പെയിനിൽ വന്നത്. ഡെഫിനറ്റ്ലി ഇനിയും സ്പെയിൻ എന്തായാലും ഇഷ്ടംപോലെ കാണാനുണ്ട്. കാരണം ഇവിടെ ആക്ച്വലി ഞാനൊന്നും കണ്ടിട്ടില്ല. കാരണം ഇതൊരു ഈ പറഞ്ഞ പോലെ തന്നെ സീ പോർട്ട്, ഷിപ്മെൻറ്റ്, മറൈൻ റിലേറ്റഡ് കാര്യങ്ങളുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മിക്ക പോപ്പുലേഷൻ എന്ന് പറയുന്നതും ഈ അതായത് മെറൈൻ റിലേറ്റഡ് ജോബ് ചെയ്യുന്ന ആൾക്കാരുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ വലിയ ഒരു ഷോപ്പിംഗ് മോൾ ഞാൻ കണ്ട്. അതല്ലാതെ വലിയ കുറേ കടകളോ ഫാൻസി ഐറ്റംസോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. പൊതുവേ ഇല്ല. പിന്നെ ഷോപ്സ് ആണെങ്കിലും ഒരുപാട് ഷോപ്സ് എന്നൊന്നും പറയാനില്ല. സ്ട്രീറ്റിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ വലിയ ഷോപ്പുകളായിട്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് കുളിച്ചൊന്ന് ഫ്രഷായി ഇനിയിപ്പം പോവുകയാണ്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ ഓഫീസിൽ പോവും. 12 ആകുമ്പോൾ ഹോട്ടലിൽ വന്ന് ചെക്കൗട്ട് ചെയ്യണം. കാരണം ഹോട്ടലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിനോട് ചേർന്നിട്ടാണ്. ജസ്റ്റ് ഒരു റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസായി. അപ്പം അത്രയൊക്കെയാണ് ഉള്ളത്. എന്തായാലും ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വരുമ്പം ജസ്റ്റ് ഒരാഗ്രഹമായിരുന്നു ഇങ്ങനെ ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തിട്ടൊരു
വ്ളോഗ് പോലെ ചെയ്യണമെന്ന്. അപ്പം അത് സാധിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ ഹോട്ടലിൽ ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ജസ്റ്റ് പുറത്തിറങ്ങുകയാണ്. ഞാനിപ്പോൾ സ്പെയിൻ എയർപോർട്ടിലെത്തി തിരിച്ചു പോവാണ്. ഞാൻ എൻ്റെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കണം. ചെറിയൊരു ടെൻഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു മാർവലിൻ്റെ സൂപ്പർ ഹീറോസിൻ്റെ ഒരു ബോക്സ് വാങ്ങിച്ചില്ലേ, അത് ഞാൻ ആ ബോക്സ് അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്. ആക്ച്വലി വലുതാണ്, അത് ഇനി എടുക്കുമെന്ന് എനിക്കറിയില്ല. സോ അത് നോക്കണം. പിന്നെ എൻ്റെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കണം. ഓക്കെ, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അതായത് കുറേ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു മൊമെൻറ്റിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോയത്. അതായത് ഞാൻ മറ്റേ മാർവലിൻ്റെ സൂപ്പർ ഹീറോസിന് അതൊരു 8 സൂപ്പർ ഹീറോസ് ഒരു ബോക്സിലാണ്. അപ്പം ഞാനത് ആ ബോക്സ് എനിക്ക് എൻ്റെ ലഗേജിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ബോക്സ് ഒന്നുമില്ലെങ്കിൽ അൺപാക്ക് ചെയ്തിട്ട് അതിലുള്ള ഓരോ സൂപ്പർ ഹീറോസിനെയും ഇതിന് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വന്നിരുന്നത്. അപ്പോൾ അത് ആക്ച്വലി അങ്ങനെ കാണുമ്പോൾ ഇതിനതൊരു വാവ് ഫാക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു, ഓക്കെ ഈ ബോക്സ് എനിക്ക് ഇങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. പക്ഷേ ഞാൻ എടുത്തിരിക്കുന്നത് ലോ കോസ്റ്റ് എയർലൈനാണ്. അപ്പം എനിക്ക് തീരെ ഉറപ്പുണ്ടായിരുന്നില്ല ഈ ബോക്സ് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. കാരണം ഈ ബോക്സ് കയ്യിൽ പിടിക്കണം. പക്ഷേങ്കിൽ അവരൊന്നും ചോദിച്ചില്ല. അവർ എന്നോട് പറഞ്ഞ് സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ അവർ അത് മാറ്റാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മാറ്റേണ്ടി വരും. എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇമിഗ്രേഷനിലെ ആൾക്കാർ കടത്തി വിട്ടത്. പക്ഷേ ഭാഗ്യത്തിന് സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ അവരൊന്നും ചോദിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് ജസ്റ്റ് ഗേറ്റിൻ്റെ അങ്ങോട്ട് പോയാൽ മതി. അവിടെ എന്തായാലും പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഇതിന് ഈ ബോക്സ് ഇങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റും. ഐ എം ഹാപ്പി. Ausgeschaltet worden ist. Bei Bedarf öffnen Sie die oberen Gepäckfächer bitte besonders. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലെ ഇനിയും കുറേ യാത്രകൾ ചെയ്യാനും അതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യാനും പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.